സ്വയ അവബോധത്തിൻ്റെയും വളർച്ചയുടെയും യാത്രയെ ഊന്നിപ്പറയുന്നു. എല്ലാം മറ്റുള്ളവരുടെ പ്രശ്നമാണ് എന്ന് കരുതുന്ന ആനന്ദും തൻ്റെ പക്വമതിയായ സുഹൃത്ത് ജെയിംസും തമ്മിലുള്ള സംഭാഷണമാണ് നാം ഇവിടെ കാണുന്നത്. നാം ശ്രദ്ധയോടെ ഇരിക്കുമെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഈ സ്കിറ്റിൽ കാണാൻ സാധിക്കും. ഈ സ്കിറ്റ് ഇവിടെ ആരംഭിക്കട്ടെ. ആനന്ദ്, നിനക്ക് ഇന്നും മോശപ്പെട്ട മറ്റൊരു ദിവസമാണെന്ന് തോന്നുന്നല്ലോ. മോശം ദിവസം മാത്രമല്ല, മോശം ജീവിതവുമാണ് ജെയിംസ്. എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എന്നെ ഒരു ചവിറ്റുകൊട്ട പോലെയാണ് കരുതുന്നത്. അയൽക്കാർ, കുടുംബം, സഹപ്രവർത്തകർ എല്ലാവരും കണക്കാണ്. എല്ലായ്പ്പോഴും ഓരോ പ്രശ്നങ്ങൾ. എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് സ്വസ്ഥതയില്ല. കേട്ടിട്ട് വളരെ കഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിനക്ക് എന്നോട് സംസാരിക്കാമോ? എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ജെയിംസ്. എൻ്റെ അയൽക്കാരായ ജോണിയങ്ങളും കുടുംബവും എപ്പോഴും ഉറക്കെ ഭക്തിഗാനങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. എന്നെ അത് വളരെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ ഒരു സഹോദരൻ എപ്പോഴും എന്നോട് പണം കടം ചോദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ തിരികെ തരുന്നതുമില്ല. ഞാനൊരു ബാങ്കാണെന്നാണ് അവൻ്റെ വിചാരം. ഇത്രയും പ്രായമായിട്ടും ഇപ്പോഴും ഞാൻ അവനെ സഹായിക്കണം പോലും. ഇനി ജോലി സ്ഥലത്താകട്ടെ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാനിവിടെ ഉണ്ടെന്ന് പോലും ആരും കരുതുന്നില്ല. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആരും അത് കാണുന്നതായി നടുക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നില്ല. അവസാനം എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ളിൽ നട്ടം തിരിയുന്ന ഒരുവനായി ഞാൻ അവശേഷിക്കുന്നു. എൻ്റെ തെറ്റല്ലെങ്കിൽ പോലും ബോസ് എപ്പോഴും എൻ്റെ നേരെ ഒച്ചയെടുക്കുന്നു. എൻ്റെ സഹപ്രവർത്തകർ തെറ്റ് ചെയ്താലും അതിൻ്റെ പഴിയും ഞാൻ കേൾക്കേണ്ടി വരുന്നു. ആര് തെറ്റ് ചെയ്താലും ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്ക് പനി വന്നിട്ട് പോലും ഒരു ലീവ് പോലും എടുക്കാൻ സാധിച്ചില്ല ജെയിംസ്. കാരണം എനിക്ക് പകരം വരാനോ എന്നെ സഹായിക്കുവാനോ ആരും ഇവിടെ ഇല്ലല്ലോ. മണിക്കൂറുകളോളം ഞാൻ ജോലി ചെയ്താലും എനിക്കൊരു അഭിനന്ദനമോ നല്ല വാക്കുകളോ കിട്ടാനില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നാലോ? എൻ്റെ ഭാര്യയാകട്ടെ ഒരു തൃശ്ശൂർ പൂരം പോലെ പരാതി പറഞ്ഞു തുടങ്ങുന്നത്. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പരാതിയുടെ ഒരു കൂട്ടം. ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വല്ലതും അവൾക്ക് അറിയണോ? അവൾ വീട്ടിൽ സുഖമായിരിക്കുകയല്ലേ. മക്കളോടൊന്നും മിണ്ടിയിട്ട് തന്നെ ദിവസങ്ങളായി. അവർക്ക് അതിന്റെ പരാതിയും. ആനന്ദ്, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു രീതിയിൽ നീ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ സാഹചര്യങ്ങളിലും നീ നിന്നെ തന്നെ ഒരു ഇരയായി കാണുകയും മറ്റുള്ളവരെല്ലാം പ്രതികളായി മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താ നീ പറയുന്നത്? ഇതെല്ലാം എൻ്റെ തെറ്റാണെന്നാണോ? എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാനാണ്. എല്ലാ സ്ട്രെസ്സും എൻ്റെ മുകളിലാണ്. നിന്റെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നീ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്നിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്താ ഇങ്ങനെ എനിക്ക് മാത്രം സ്ഥിരമായി സംഭവിക്കുന്നതെന്ന് നീ നിന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നവരാണ്. എൻ്റെ അയൽവാസികൾ എത്ര കാണാറുണ്ട് നിനക്കറിയാമോ? അവരാണെങ്കിൽ എപ്പോഴും ഉറക്കെ സംസാരിക്കുകയും മറ്റുള്ളവരൊന്നും പരിഗണിക്കാതെ ഉച്ചത്തിൽ പാട്ടുകൾ വെക്കുകയും ചെയ്യുന്നു. പിന്നെ എൻ്റെ കുടുംബക്കാരുടെ കാര്യം പറയുകയേ വേണ്ട. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കുന്നു. ജോലി സ്ഥലത്താകട്ടെ എല്ലാ കുഴപ്പം പിടിച്ച ജോലിയും
ഈ ഞാൻ തന്നെയാ ചെയ്യുന്നത്. എന്നാൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് ആരും ചിന്തിക്കുന്നതേയില്ല. ഞാൻ മടുത്തു ജെയിംസ്, മടുത്തു. ഞാൻ മനസ്സിലാക്കുന്നു, എന്നെ വിശ്വസിക്കൂ, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ആനന്ദ്, എനിക്ക് നിന്നെ വർഷങ്ങളായി അറിയാം. നിന്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ സമയവും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നീ നിന്നെ തന്നെ ഒരു ഇരയാക്കുന്നു, സ്വയം പ്രതിരോധിക്കുന്നു, തുടർന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. ഇത് നീ നിന്റെ സ്വന്തം സാഹചര്യങ്ങൾക്ക് ചുറ്റും ഒരു മതിൽ കെട്ടുന്നത് പോലെയാണ്. ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നീ പ്രതികരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നീ ഒരിക്കലും ചിന്തിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും എൻ്റെ മുകളിലൂടെ നടക്കാൻ ഞാൻ അങ്ങ് അനുവദിക്കണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത്, എല്ലാ സാഹചര്യങ്ങളിലും ഉടനടി പ്രതികരിക്കുന്നത് നീ നിർത്തുക. എങ്കിൽ കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ വീക്ഷിക്കാൻ നീ ആരംഭിക്കും. നീ പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. നിന്റെ അയൽക്കാരെക്കുറിച്ച് നീ പറഞ്ഞല്ലോ, അവർ വളരെ പ്രായമുള്ളവരല്ലേ? ഒരുപക്ഷെ അവർക്ക് ശരിയായി കേൾക്കാൻ സാധിക്കാത്തതിലായിരിക്കാം അവർ ഉച്ചത്തിൽ പാട്ടുകൾ വയ്ക്കുന്നത്. അവരുടെ ഏകാന്തതയിലെ ഒരു സന്തോഷം അതായിരിക്കും. അത് നിന്നെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് അവരൊട്ടറിയുന്നതുമില്ല. ഇങ്ങനെ ചിന്തിച്ചാൽ നിനക്ക് അവരോട് കൂടുതൽ അനുകമ്പ കാണിക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് അവരോട് തുറന്ന് സംസാരിക്കാമല്ലോ. അതുപോലെ നിന്റെ കുടുംബാംഗങ്ങൾ, അവർക്ക് നിന്നിലുള്ള വിശ്വാസം മൂലമാണല്ലോ അവർ നിന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും ആവശ്യങ്ങൾ നിന്റെ അടുക്കൽ പറയുന്നതും. മറ്റാരോടാണ് അവർ ചോദിക്കുക? നിന്റെ സഹോദരനെ നീ പൂർണ്ണമായി അവഗണിക്കുന്നതിന് പകരം അവനോട് നീ തുറന്ന് സംസാരിക്കുക. അപ്പോൾ അവൻ കടന്നു പോകുന്ന കാര്യങ്ങൾ നിനക്കറിയാൻ സാധിക്കും. അങ്ങനെ അവന് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ സാധിക്കും. പിന്നെ നിന്റെ ജോലി സ്ഥലത്ത് ഒരുപക്ഷെ നിന്റെ സഹപ്രവർത്തകർ നീ വഹിക്കുന്ന ഭാരം അറിയുന്നില്ലായിരിക്കാം. എന്നാൽ നീ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്താൽ നിനക്ക് എന്താണ് വേണ്ടതെന്നോ ഈ കാര്യങ്ങൾ നിന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നോ ആർക്കും അറിയാൻ സാധിക്കില്ല. ചില സമയങ്ങളിൽ നീ അവരോട് തുറന്ന് സംസാരിക്കണം. ശാന്തമായി നിന്റെ ബുദ്ധിമുട്ടുകൾ അവരെ ധരിപ്പിക്കണം. അതുപോലെ നിന്റെ ഭാര്യയാകട്ടെ, പകൽ മുഴുവൻ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ച് ഏകാന്തതയിലിരിക്കുന്നു. നീ വരുമ്പോഴല്ലേ അവൾക്ക് രണ്ടാമതൊരാളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നീ ദേഷ്യപ്പെടാതെ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളോട് പെരുമാറുക. നിനക്ക് ശാന്തമായി അവളോടും നിന്റെ പ്രശ്നങ്ങൾ സംസാരിക്കാമല്ലോ. ജെയിംസ്, ഇത് ശരിയാണ്. ഞാൻ ഇതുവരെയും ഈ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. നമുക്ക് നിരാശയിൽ അകപ്പെടാനും എല്ലാം നമുക്കെതിരാണെന്ന് തോന്നാനും എളുപ്പമാണ്. മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് നമ്മുടെ പ്രതികരണ രീതികൾ മാത്രമാണ്. നീ കോപത്തോടെയോ നിരാശയോടെയോ പ്രതികരിക്കുമ്പോൾ അത് ആളുകളെ ഒരുപാട് നമ്മളിൽ നിന്ന് അകറ്റാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ കാര്യങ്ങളെ ധാരണയോടെ സമീപിക്കുമ്പോൾ നമുക്ക് തന്നെ മാറാൻ കഴിയും. അത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നമ്മളെ തന്നെ ആശ്ചര്യപ്പെടുത്തും. ഓക്കെ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ അങ്ങ് വിടാനാണോ? ഇല്ല, കാര്യങ്ങൾ അവഗണിക്കാൻ ഞാൻ പറയുന്നില്ല. ആദ്യം മറ്റുള്ളവരെ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. തുറന്ന് സംസാരിക്കുക, പക്ഷേ ദയയോടെ ആയിരിക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാമല്ലോ. ഒരു മനുഷ്യനും തികഞ്ഞവനല്ല. നമ്മളെപ്പോലെ തന്നെ അവരും തെറ്റുകൾ വരുത്തും. എന്നാൽ നാം അല്പം മാറി നിന്ന് സമാധാനമായി ചിന്തിച്ചാൽ നാം വിചാരിക്കുന്ന അത്രയും വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആളുകൾ നിന്നെ കേൾക്കാനും കൂടുതൽ ബഹുമാനിക്കാനും തുടങ്ങും. ശരിയാണ്. ഞാൻ ഇത്രയും കാലം എൻ്റെ സ്വന്തം നിരാശകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നോ അവരുടെ അവസ്ഥകളെക്കുറിച്ചോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല.
ഇത് എളുപ്പമല്ല ആനന്ദ്. ഇതിന് പരിശീലനവും ക്ഷമയും ആവശ്യമാണ്. എന്നാൽ അതിനുള്ള ആദ്യപടി മറ്റുള്ളവരല്ല, നാം തന്നെയാണ്. നിനക്കൊരു വലിയ ഹൃദയമുണ്ട്, മറ്റുള്ളവരെക്കുറിച്ച് നിനക്ക് വലിയ താല്പര്യവുമുണ്ട്. എന്നാൽ നിന്റെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ നീ എപ്പോഴും നിരാശയെ അനുവദിക്കുകയാണെങ്കിൽ ആളുകൾ നിന്നിലെ നന്മ കാണുകയില്ല. അവർ കാണുന്നത് ഒരു മതിലായിരിക്കും, നിന്റെ ഹൃദയമായിരിക്കില്ല. ഞാൻ എപ്പോഴും കാര്യങ്ങളെല്ലാം ശരിയാവുക എന്നത് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ ശരിക്കും ഞാൻ മറന്നു. ഞാൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി മാറണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ പോലും അറിയാതെ ആളുകളെ ഞാൻ എന്നിൽ നിന്ന് അകറ്റുകയായിരുന്നു ജെയിംസ്. ഇപ്പോൾ നീ ആദ്യ ചുവട് എടുത്തു കഴിഞ്ഞു. നാം ഉടനടി എല്ലാം തികഞ്ഞവരാകണമെന്നില്ല. എന്നാൽ ഓരോ അവസരത്തിലും നമുക്ക് സന്നിഹിതരാകാനും തുറന്ന മനസ്സോടെ നിൽക്കാനും കഴിയണം. നമുക്ക് ചുറ്റുമുള്ള ലോകം ഒരിക്കലും നാം പ്രതീക്ഷിക്കുന്നത് നമുക്ക് തരണമെന്നില്ല. എന്നാൽ നമ്മുടെ പ്രതികരണം ക്രമപ്പെടുത്തുമ്പോൾ നാം മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. എന്നെ വിശ്വസിക്കൂ, ആളുകൾ നിന്നോട് വ്യത്യസ്തമായി പ്രതികരിക്കാൻ തുടങ്ങും. നന്ദി ജെയിംസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് മാറാനുണ്ട്. ഇതിനായി ശ്രമിക്കാൻ ഞാൻ വളരെയധികം ഹൃദയംഗമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും ആളുകളെ മാറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജെയിംസ്. എനിക്ക് നിന്നെ അറിയാം ആനന്ദ്, നിനക്കത് മനസ്സിലായി. ഒരു സമയം നീ ഒരു ചുവട് മാത്രം വെച്ച് തുടങ്ങിയാൽ മതി. റോമർ 12:3 ഇപ്രകാരം പറയുന്നു: ഉള്ളതിലധികം വലിമ സ്വയം ഭാവിക്കരുത്, മറിച്ച് ദൈവം ഓരോരുത്തർക്കും പങ്കിട്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ സ്വയം വിലയിരുത്തുക. ഈ സ്കിറ്റ് സ്വയ അവബോധത്തിൻ്റെയും വളർച്ചയുടെയും യാത്രയെ ഊന്നിപ്പറയുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് തൻ്റെ പ്രതികരണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലേക്ക് ആനന്ദ് മാറിയത് തിരിച്ചറിവിൻ്റെ ശക്തമായ നിമിഷങ്ങളിലൊന്നാണ്. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും കൂടുതൽ സഹാനുഭൂതിയോടെയും ശാന്തതയോടെയും ജീവിത വെല്ലുവിളികളെ സമീപിക്കുന്നതിലും വൈകാരികത, പക്വത, മറ്റുള്ളവരെ കേൾക്കൽ, മനസ്സിലാക്കൽ എന്നിവയുടെ പ്രാധാന്യവും ഈ സ്കിറ്റ് കാണിക്കുന്നു.